ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരാ ഗുരുർ സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമസ്കാരം. 2025 നവംബർ 16 മുതൽ 22 വരെ, അതായത് മലയാള വർഷം 1201 ആണ്ട്, തുലാം 30 മുതൽ വൃശ്ചികം 6 വരെയുള്ള വാരഫലമാണ് പറയാൻ പോകുന്നത്. ആദ്യമായി മേടക്കൂറിൻ്റെ ഫലങ്ങളാണ്. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ് മേടക്കൂറിലുള്ളത്. ഇവർക്ക് സുഖസ്ഥാനത്ത് വ്യാഴവും കളത്രസ്ഥാനത്ത് ശുക്രനും കളത്രസ്ഥാനത്തും അഷ്ടമത്തിലുമായി സൂര്യനും അഷ്ടമത്തിൽ ബുധനും കുജനും വ്യയസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ഭയം വർദ്ധിക്കും. സ്ത്രീകൾ നിമിത്തം വിഷമം നേരിടും. രോഗശമനം, മൃഷ്ടാന്ന ലാഭം, ശത്രുഭയം എന്നിവ ഉണ്ടാകാം. അപകടങ്ങളും വ്രണാദി രോഗങ്ങളും ഉണ്ടാകാനിടയുണ്ട്. കാര്യവിജയം, ധനലാഭം എന്നിവ പ്രതീക്ഷിക്കാം. ബന്ധുഗുണം കുറയും. ദാമ്പത്യ സൗഖ്യം കുറയും. വീഴ്ച, സ്ഥാനഭ്രംശം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ഇടവക്കൂറിൻ്റെ ഫലങ്ങളാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകേരത്തിൻ്റെ ആദ്യത്തെ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഇടവക്കൂറിലുള്ളത്. ഇവർക്ക് സഹോദരസ്ഥാനത്ത് വ്യാഴവും ശത്രുസ്ഥാനത്ത് ശുക്രനും ശത്രുസ്ഥാനത്തും കളത്രസ്ഥാനത്തുമായി സൂര്യനും കളത്രസ്ഥാനത്ത് ബുധനും കുജനും ലാഭസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. സർവകാര്യസിദ്ധിയും കീർത്തിയും ഉണ്ടാകും. ഒറ്റപ്പെടലും മനോവിഷമങ്ങളും നേരിടേണ്ടതായി വന്നേക്കാം. ആരോഗ്യനില തൃപ്തികരമായിരിക്കുകയില്ല. ഉറക്കമില്ലായ്മ, മനോദുഃഖം എന്നിവ ഉണ്ടാകാനിടയുണ്ട്. ഭാര്യാകലഹം ഉണ്ടാകാം. സഞ്ചാര തടസ്സം, മൃഷ്ടാന്ന ലാഭം, ശത്രുനാശം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. ശാരീരിക അധ്വാനം കൂടുതലായി വേണ്ടി വന്നേക്കാം. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്ത മിഥുനക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകേരം അവസാനത്തെ പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് മിഥുനക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് വ്യാഴവും പുത്രസ്ഥാനത്ത് ശുക്രനും പുത്രസ്ഥാനത്തും ശത്രുസ്ഥാനത്തുമായി സൂര്യനും ശത്രുസ്ഥാനത്ത് ബുധനും കുജനും കർമ്മസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. രോഗശമനവും ശത്രുനാശവും ഉണ്ടാകും. കാര്യവിജയം, ഭയം, സഞ്ചാര തടസ്സം എന്നിവയ്ക്കും സാധ്യത. ധനവർദ്ധനവും ശത്രുവിജയവും ഉണ്ടാകും. ഭാഗ്യവർദ്ധനവും സ്ഥാനപ്രാപ്തിയും പ്രതീക്ഷിക്കാം. കുടുംബസുഖം ഉണ്ടാകും. സന്താനഗുണവും ഗുരുജനപ്രാപ്തിയും പ്രതീക്ഷിക്കാം. കർമ്മരംഗത്ത് നിന്നും സ്വല്പം കഷ്ടപ്പെട്ടാലും ധനലാഭം ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി വരുത്തുക. അടുത്തായി കർക്കിടകൻ രാശിയുടെ ഫലങ്ങളാണ്. പുണർദം അവസാന പാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടകക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ വ്യാഴവും സുഖസ്ഥാനത്ത് ശുക്രനും സുഖസ്ഥാനത്തും പുത്രസ്ഥാനത്തുമായി സൂര്യനും പുത്രസ്ഥാനത്ത് ബുധനും കുജനും ഭാഗ്യസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. വേണ്ട പോലെ ആലോചിച്ച് പ്രധാന തീരുമാനങ്ങൾ എടുക്കുക. വാഹന ശയനസുഖം ഉണ്ടാകും. മനോവിഷമങ്ങൾ പ്രതീക്ഷിക്കാം. വിവേകശൂന്യമായ പെരുമാറ്റത്തിനിടയുണ്ട്. ജപധ്യാനാദികൾക്ക് മുടക്കം നേരിടാം. ഉചിതമല്ലാത്ത ചിന്തകളും പുത്രദുഃഖവും അലട്ടാം. കാര്യവിജയം, ഭയം, ദുഃഖം എന്നിവയും പ്രതീക്ഷിക്കാം. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ശിവപ്രീതി, ശാസ്താപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ചിങ്ങക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകം, പൂരം, ഉത്രം ആദ്യപാദം എന്നിവയാണ് ചിങ്ങക്കൂറിലുള്ളത്. ഇവർക്ക് വ്യയസ്ഥാനത്ത് വ്യാഴവും സഹോദരസ്ഥാനത്ത് ശുക്രനും സഹോദരസ്ഥാനത്തും സുഖസ്ഥാനത്തുമായി സൂര്യനും സുഖസ്ഥാനത്ത് ബുധനും കുജനും അഷ്ടമത്തിൽ ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ധനനാശവും ബന്ധുകലഹവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഐശ്വര്യവും ആജ്ഞാശക്തിയും ഉണ്ടാകും. യാത്രാക്ലേശം പ്രതീക്ഷിക്കാം. അനുഭവഗുണം വർദ്ധിക്കും. ദുർജന സംസർഗവും ഉദരരോഗവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കർമ്മതടസ്സം, വസ്ത്രലാഭം, ഭയം എന്നിവ ഉണ്ടായേക്കാം. കാര്യതടസ്സവും ദാമ്പത്യ സൗഖ്യക്കുറവും ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ശിവപ്രീതി, സുബ്രഹ്മണ്യ പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കന്നിക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രം മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യത്തെ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് കന്നിക്കൂറിലുള്ളത്. ഇവർക്ക് ലാഭസ്ഥാനത്ത് വ്യാഴവും ധനസ്ഥാനത്ത് ശുക്രനും ധനസ്ഥാനത്തും സഹോദരസ്ഥാനത്തുമായി സൂര്യനും സഹോദരസ്ഥാനത്ത് ബുധനും കുജനും കളത്രസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. വിവാഹാർത്ഥികൾക്ക് വിവാഹയോഗവും സന്താനാർത്ഥികൾക്ക് സന്താനപ്രാപ്തിയും ഉണ്ടാകും. ധനധാന്യ സമൃദ്ധി ഉണ്ടാകും. ആരോഗ്യപുഷ്ടിയും സന്തോഷാനുഭവവും പ്രതീക്ഷിക്കാം. സഹോദരഗുണവും ശത്രുജയവും ഉണ്ടാകും. ബന്ധുകലഹത്തിന് സാധ്യത കാണുന്നു. ദൂരദേശ യാത്രയും അലച്ചിലും വേണ്ടി വന്നേക്കാം.
ദോഷപരിഹാരാർത്ഥം ശ്രീകൃഷ്ണപ്രീതി, ശാസ്താപ്രീതി, ദേവീപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് തുലാക്കൂറിൻ്റെ ഫലങ്ങളാണ്. ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് തുലാക്കൂറിലുള്ളത്. ഇവർക്ക് കർമ്മസ്ഥാനത്ത് വ്യാഴവും ജന്മത്തിൽ ശുക്രനും ജന്മത്തിലും ധനസ്ഥാനത്തുമായി സൂര്യനും ധനസ്ഥാനത്ത് ബുധനും കുജനും ശത്രുസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. അനുഭവ ഗുണം വർദ്ധിക്കും, കാര്യവിജയം ഉണ്ടാകും, വിശേഷ വസ്ത്രലാഭവും കളത്ര സൗഖ്യവും ഉണ്ടാകും, സന്താന ഗുണം കുറയും, തൊഴിൽ തടസ്സം ഉണ്ടായേക്കാം, വാക്കുകൾ ശ്രദ്ധേയമാകും, ഭാഗ്യക്കുറവ് അനുഭവപ്പെടും, അമിതമായ ചെലവ്, മൃഷ്ടാന്ന ലാഭം, മാനക്ഷയം എന്നിവയും ഉണ്ടായേക്കാം, ശരീരസുഖം കുറയും, കോപം നിയന്ത്രിക്കണം. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ശിവപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് വൃശ്ചികക്കൂറിൻ്റെ ഫലങ്ങളാണ്. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് വൃശ്ചികക്കൂറിലുള്ളത്. ഇവർക്ക് ഭാഗ്യസ്ഥാനത്ത് വ്യാഴവും വ്യയസ്ഥാനത്ത് ശുക്രനും വ്യയസ്ഥാനത്തും ജന്മത്തിലുമായി സൂര്യനും ജന്മത്തിൽ ബുധനും കുജനും പുത്രസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ദേഹപീഡയും കോപവർത്തനവും അനുഭവപ്പെടും, ഭാഗ്യസിദ്ധി, സന്തോഷം, അമിതമായ ചെലവ് എന്നിവ ഉണ്ടായേക്കാം, സ്വജനവിരഹത്തിനും രക്തജന്യമായ രോഗത്തിനും സാധ്യത, ബന്ധുക്കളുമായി കലഹത്തിന് സാധ്യത കാണുന്നു, കുടുംബസൗഖ്യവും സാമർഥ്യവും ഉണ്ടാകും, വിവിധ മാർഗങ്ങളിലൂടെയുള്ള ധനാഗമത്തിന് സാധ്യത, മനോവിഷമങ്ങൾ ഉണ്ടായേക്കാം. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, സുബ്രഹ്മണ്യപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ധനുക്കൂറിൻ്റെ ഫലങ്ങളാണ്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യപാദം എന്നിവയാണ് ധനുക്കൂറിലുള്ളത്. ഇവർക്ക് അഷ്ടമത്തിൽ വ്യാഴവും ലാഭസ്ഥാനത്ത് ശുക്രനും ലാഭസ്ഥാനത്തും വ്യയസ്ഥാനത്തുമായി സൂര്യനും വ്യയസ്ഥാനത്ത് ബുധനും കുജനും സുഖസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. മനോദുഃഖവും കലഹപ്രവണതയും ഉണ്ടാകാം, നിർഭയത്വവും സുഖഭോജനവും ഉണ്ടാകും, യാത്രാക്ലേശവും ദുഃഖവും അനുഭവപ്പെടും, ശത്രുഭയവും രോഗോപദ്രവങ്ങളും ഉണ്ടാകാം, പല പ്രകാരത്തിലുള്ള അനർത്ഥങ്ങൾക്ക് സാധ്യത, സർക്കാർ ഗുണാനുഭവങ്ങൾ, ധനവർദ്ധനവ്, അമിതമായ ചെലവ് എന്നിവയ്ക്ക് സാധ്യത കാണുന്നു, കർമ്മഗുണം കുറയും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി, സുബ്രഹ്മണ്യപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മകരക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ പകുതി എന്നിവയാണ് മകരക്കൂറിലുള്ളത്. ഇവർക്ക് കളത്രസ്ഥാനത്ത് വ്യാഴവും കർമ്മസ്ഥാനത്ത് ശുക്രനും കർമ്മസ്ഥാനത്തും ലാഭസ്ഥാനത്തുമായ സൂര്യനും ലാഭസ്ഥാനത്ത് ബുധനും കുജനും സഹോദരസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. പല വിധത്തിലുള്ള സുഖാനുഭവങ്ങൾ അനുഭവത്തിൽ വരും. അഗ്നി, ആയുധം, വാഹനം എന്നിവ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ആരോഗ്യം, അധികാരസ്ഥാനപ്രാപ്തി എന്നിവ പ്രതീക്ഷിക്കാം. മധുര വാക്കുകളിലൂടെയുള്ള കാര്യസാധ്യം ഉണ്ടാകും. കുടുംബസൗഖ്യം പ്രതീക്ഷിക്കാം. കർമ്മഗുണം കുറയും. സഹോദര ഗുണവും അഭീഷ്ടസിദ്ധിയും ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ഗണപതി പ്രീതി, ദേവി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കുംഭക്കൂറിൻ്റെ ഫലങ്ങളാണ്. അവിട്ടം ആദ്യത്തെ പകുതി, ചതയം, പൂരിട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് കുംഭക്കൂറിലുള്ളത്. ഇവർക്ക് ശത്രുസ്ഥാനത്ത് വ്യാഴവും ഭാഗ്യസ്ഥാനത്ത് ശുക്രനും ഭാഗ്യസ്ഥാനത്ത് കർമ്മസ്ഥാനത്തുമായ സൂര്യനും കർമ്മസ്ഥാനത്ത് ബുധനും കുജനും ധനസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. നയനരോഗങ്ങളും വിദ്യാതടസ്സവും ഉണ്ടാകാനിടയുണ്ട്. സന്താന ലാഭവും ധനസമൃദ്ധിയും ഉണ്ടാകും. ശത്രുശല്യം വർദ്ധിക്കും. കളത്ര സുഖവും സന്തോഷവും ഉണ്ടാകും. കർമ്മരംഗത്ത് അസൂയാലുക്കളെ കരുതിയിരിക്കുക. അഗ്നിഭയം, രോഗങ്ങൾ, സർക്കാർ ഗുണാനുഭവങ്ങൾ എന്നിവ പ്രതീക്ഷിക്കാം. അനുഭവ ഗുണം വർദ്ധിക്കും. കർമ്മപുഷ്ടി ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ശാസ്താപ്രീതി, സുബ്രഹ്മണ്യപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മീനക്കൂറിൻ്റെ ഫലങ്ങളാണ്. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനക്കൂറിലുള്ളത്. ഇവർക്ക് പുത്രസ്ഥാനത്ത് വ്യാഴവും അഷ്ടമത്തിൽ ശുക്രനും അഷ്ടമത്തിലും ഭാഗ്യസ്ഥാനത്തുമായി സൂര്യനും ഭാഗ്യസ്ഥാനത്ത് ബുധനും കുജനും ജന്മത്തിൽ ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. പല വിധത്തിലുള്ള ആപത്തുകളെ നേരിടേണ്ടതായി വരും. മൃഷ്ടാന്ന ലാഭം, പതനം, ഭയം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. ശരീരത്തിന് സുഖക്കുറവ് അനുഭവപ്പെടും. കാര്യവിഘ്നം, വാതരോഗങ്ങൾ എന്നിവ ഉണ്ടായേക്കാം. ഗ്രഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. ഗ്രഹോപകരണങ്ങൾ ലഭിക്കാനിടയുണ്ട്. അന്യദേശയാത്രയും സ്വജന വേർപാടും വേണ്ടി വന്നേക്കാം. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശ്രീകൃഷ്ണപ്രീതി, സുബ്രഹ്മണ്യപ്രീതി, ശാസ്താപ്രീതി എന്നിവ വരുത്തുക.